ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും ആഗോള പകർച്ചവ്യാധികളുമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം തേടി ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്നപ്പോൾ റഷ്യയിലെ മോസ്കോയിലുള്ള സ്റ്റേറ്റ് ഡ്യൂമയിൽ നടന്ന ബ്രിക്സ് ടയർ സെക്കൻഡ് സമ്മേളനം ശ്രദ്ധേയമായൊരു നാഴികക്കല്ലായി മാറി. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ആഗോള ആരോഗ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതിനായി പരമ്പരാഗത ചികിത്സാ രീതികളെയും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് സഖ്യത്തിന്റെ ടയർ സെക്കൻഡ് സമ്മേളനങ്ങൾ സാധാരണയായി നയതന്ത്രജ്ഞരും അക്കാദമിക് വിദഗ്ധരും ജനപ്രതിനിധികളും തമ്മിലുള്ള ആശയവിനിമയത്തിനാണ് വേദി ഒരുക്കുന്നത്. ആധുനിക മെഡിസിൻ രോഗങ്ങളെ ചികിത്സിക്കുന്നതിൽ വിജയിക്കുമ്പോഴും രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് കെയർ എന്ന മേഖലയിൽ വലിയൊരു വിടവ് നിലനിൽക്കുന്നുണ്ട്. ഈ വിടവ് നികത്താൻ പുരാതന ചികിത്സാ രീതികൾക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് റഷ്യൻ സമ്മേളനത്തിന്റെ കാതൽ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്ത ഈ ചർച്ചകൾ ആഗോള ആരോഗ്യ നൈരൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്നവയാണ്. ഈ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ചാണ്ടിയുമ്മൻ MLAയുടെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യയുടെ പൗരാണിക ജ്ഞാനമായ ആയുർവേദത്തെ ആധുനിക ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നായി അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ചികിത്സ എന്നാൽ കേവലം രോഗം വന്നതിന് ശേഷം നൽകുന്ന ഒന്നല്ല, മറിച്ച് രോഗം വരാത്ത സാഹചര്യം ഒരുക്കലാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ലോകം ഇന്ന് നേരിടുന്ന പല സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആയുർവേദം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ സമഗ്രമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക ആയുർവേദത്തെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു ശാസ്ത്രമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. സമ്മേളനത്തിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനം ബ്രിക്സ് പ്രിവെന്റീവ് ആൻഡ് ട്രഡീഷണൽ മെഡിസിൻ സെന്റർ രൂപീകരിക്കാൻ എടുത്ത തീരുമാനമാണ്. നിലവിൽ ലോകാരോഗ്യ സംഘടന പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന ഈ സെന്റർ കൂടുതൽ പ്രായോഗികമായ പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുക. ഈ സെന്ററിന്റെ പ്രവർത്തന രേഖകൾ ഇവയാണ്: ഇന്ത്യയുടെ ആയുർവേദം, യോഗ, ചൈനയുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, കൂടാതെ റഷ്യയിലെയും ആഫ്രിക്കയിലെയും തനത് ചികിത്സാ രീതികൾ എന്നിവയെ ഏകോപിപ്പിക്കുക. പരമ്പരാഗത രീതികളെ വെറും വിശ്വാസങ്ങളിൽ ഒതുക്കാതെ അവയെ ആധുനിക ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുകയും ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി അതിന്റെ ഫലം തെളിയിക്കുകയും ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവവൈവിധ്യ ശേഖരമുള്ള രാജ്യമാണ് ബ്രിക്സ് സഖ്യത്തിലുള്ളത്. ഔഷധ സസ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും അവയുടെ കൃഷി വ്യാപിപ്പിക്കാനും സംയുക്ത പഠനങ്ങൾ ഈ കേന്ദ്രം വഴി നടത്തും. ഒരു രാജ്യത്തിന്റെ വൈദഗ്ധ്യം മറ്റു രാജ്യങ്ങളിലേക്ക് കൈമാറുന്നതിനായി ഡോക്ടർമാരും ഗവേഷകർക്കും പ്രത്യേക പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യും. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ആരോഗ്യരംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്നു. ചൈനീസ് മെഡിസിനും ആയുർവേദം പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ രണ്ട് വിധികളും കൈകോർക്കുമ്പോൾ ആഗോള വിപണിയിൽ രാസലഹരികൾ ഇല്ലാത്തതും പാർശ്വഫലമില്ലാത്തതുമായ മരുന്നുകളുടെ ഒരു വലിയ നിര തന്നെ സൃഷ്ടിക്കപ്പെടും. ഇത് പാശ്ചാത്യ മരുന്ന് കമ്പനികളുടെ കുത്തക തകർക്കാനും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാനും സഹായിക്കും. മുൻകരുതൽ ആരോഗ്യ സംരക്ഷണം എന്നത് കേവലം മരുന്നുകൾ കഴിക്കുന്നതല്ല. അത് വ്യായാമം, യോഗ, മാനസികാരോഗ്യം, കൃത്യമായ ആഹാര രീതി എന്നിവയുടെ സങ്കലനമാണ്. ബ്രിക്സ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തതുപോലെ വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകം വെൽനസ് ടൂറിസം എന്നൊരു വലിയ വിപണിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ആയുർവേദത്തിന്റെ പുതിയ ആഗോള അംഗീകാരം നമ്മുടെ ടൂറിസം, മെഡിക്കൽ മേഖലകൾക്ക് വൻ കുതിച്ചുചാട്ടം സമ്മാനിക്കും. ഇത്രയേറെ സാധ്യതകൾ ഉണ്ടെങ്കിലും ചില വെല്ലുവിളികൾ ഈ പാതയിലുണ്ട്. ഓരോ രാജ്യത്തിന്റെയും ചികിത്സാ രീതികൾ വ്യത്യസ്തമാണ്. അവയെ ഒരൊറ്റ ശാസ്ത്രീയ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരുന്നത് ശ്രമകരമാണ്. ആധുനിക ഡോക്ടർമാരും പരമ്പരാഗത വൈദ്യന്മാരും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുക എന്നതും പ്രധാനമാണ്. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന രീതിയാണ് ഇതിന്റെ പോംവഴി. ഔഷധ സസ്യങ്ങളുടെയും ചികിത്സാ രീതികളുടെയും ഭൗതിക സ്വത്തവകാശം സംരക്ഷിക്കാൻ ശക്തമായ നിയമങ്ങളും ആവശ്യമാണ്. റഷ്യയിൽ നടന്ന ബ്രിക്സ് ടയർ സെക്കൻഡ് സമ്മേളനം മാനവരാശിയുടെ ആരോഗ്യപരമായ നിലനിൽപ്പിന് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. ആയുർവേദത്തെയും മറ്റ് പൗരാണിക ചികിത്സാ വിദ്യകളെയും കേവലം പഴയ ഓർമ്മകളായി കാണാതെ വരും തലമുറയുടെ ആരോഗ്യത്തിനുള്ള ശാസ്ത്രീയ കവചമായി മാറ്റാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും. ഇന്ത്യയുടെ പാരമ്പര്യം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തലയുയർത്തി നൽകുന്ന കാഴ്ചയ്ക്കാണ് മോസ്കോ സാക്ഷ്യം വഹിച്ചത്. പ്രതിരോധം ചികിത്സയേക്കാൾ നല്ലതാണെന്ന സന്ദേശം ഈ സെന്ററിലൂടെ ലോകം നടപ്പിലാക്കാൻ പോവുകയാണ്. വരും വർഷങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ പുതിയ സഖ്യം ആഗോള ആരോഗ്യ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.